ആണ്. ഐ തിങ്ക് കൽക്കീസ് നമ്മുടെ ആൻസേഴ്സ് ടു പ്രോബബ്ലി അവെഞ്ചേഴ്സ്. അതായത് ഭയങ്കര ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വെരി പ്രൗഡ് ഓഫ് അന്ന. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റിയതിൽ സന്തോഷം. DQ, ശോഭന മാം, ഇവരൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സെക്കൻഡ് ഹാഫ് സ്പെഷ്യലി ലാസ്റ്റ് ഹാഫ് ആൻ അവർ it's absolutely worth it. I think nobody should miss this film in theatres. Still ആ ഒരു സ്പേസിൽ നിൽക്കുകയാണ്. ഭയങ്കര കൺവിൻസിങ് ആയ രീതിയിൽ ആ യുഗങ്ങളുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബിലീവബിൾ നെറേറ്റീവ്. ആ സിനിമാറ്റിക് യൂണിവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തത് ബിയോണ്ട് ബ്രില്യൻ്റ് ആണ്. Everybody should watch it, and it's so proud of our industry that we are making films like this. And ഇപ്പോൾ ശരിക്കും എല്ലാ ഭാഷയുടെ ബോർഡേഴ്സും ബൗണ്ടറീസും വിട്ടിട്ട് എല്ലാവരും എല്ലാ ഇൻഡസ്ട്രിയിലും സഹകരിക്കാൻ തുടങ്ങിയത് കാണുന്നത് തന്നെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ച്. ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു പടം ഇത്രയും ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ആദ്യമായിട്ട് കാണാം. ആൻഡ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് അന്ന. ഇങ്ങനൊരു എനിക്കൊന്ന് ഏറ്റവും കൂളായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസാണ് പുള്ളിക്കാരി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ അടിപൊളിയാണ്. ആ ക്യാമിയോ ഞാൻ പറയുന്നില്ല, അത് റിവീലായി പോകുന്നുണ്ട്. എന്ത് പറയാനുള്ളത്, അതൊരു സർപ്രൈസ് ക്യാരക്ടറാണ്. അപ്പോൾ അതിനെപ്പറ്റി അല്ല, ഞാനായിട്ടൊന്നും ഒരു സ്പോയിലറും കൊടുക്കുന്നില്ല. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ സെക്കൻഡ് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഭയങ്കര ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ളൊരു പടമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് കേട്ടോ. ശരിക്കും ആ ഒരു 3Dയിൽ ആ ഒരു മൊത്തത്തിൽ നിന്ന് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് എസ്പെഷ്യലി അന്ന നല്ലൊരു ക്യാരക്ടറായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു ചെറിയ റോളായിരുന്നെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു ക്യാമിയോ ആയിരുന്നു. നിങ്ങൾ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് എല്ലാവരും. സോ എന്താ അതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സോ എല്ലാവരും പടം കാണാം. ഓക്കെ, താങ്ക് യു. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ദീപിക പദുക്കോണിൻ്റെ കൂടെയും പിന്നെ ശോഭന മാമിൻ്റെ കൂടെയും പശുപതി സാറിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചെയ്തപ്പോഴേ ഞാൻ ഓൾറെഡി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ അതിലും ഹാപ്പി ആയിരുന്നു. ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ അത്രയും വലിയ സ്കെയിലിലുള്ളൊരു മേക്കിങ്ങും ഗ്രീൻ സ്ക്രീനിലാണ് നമ്മൾ മൊത്തം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഒരു വലിയ ലേണിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പടങ്ങളിൽ ഗ്രീൻ സ്ക്രീൻ വന്നാൽ ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യായിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി അങ്ങനെ ഒരു സ്കെയിൽ മാറുന്നതിൻ്റെ കുറേ ലേണിംഗ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അയ്യോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. അതെ, ബഡ്ജറ്റ് വ്യത്യാസം വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനിയും ഫിലിം മേക്കേഴ്സിന് കുറേയും കൂടെ ഡ്രീം ചെയ്യാനായിട്ടുള്ളൊരു ലാർജർ ക്യാൻവാസ് ഒരുക്കുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ടിലും ചിലപ്പോൾ ഇതിനും വലിയൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനും ക്യാരക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കമലഹാസൻ സാർ പറയുണ്ടായി എൻ്റെ റോള് വളരെ കുറച്ചാണ്, ഇനി സെക്കൻഡ് പാർട്ടി വരുമ്പോൾ എൻ്റെ റോള് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പോകുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എത്രത്തോളം? ഞാൻ ആസ് എ വ്യൂവർ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കമൽ സാറിൻ്റെ. കാരണം കമൽ സാറിൻ്റെ ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന പോർഷൻ അത്രയും ഒരു പീക്കിൽ കൊണ്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും എന്ന് കാണാനായിട്ട്, അതും അവരുടെ 3 പേരുടെ കോമ്പിനേഷൻ കുറേയും കൂടി ഇനി സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരി, എന്നെ വിളിച്ചാൽ ഞാൻ പോവും എന്തായാലും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ അധികം പോവാണ്ട് കൈയടിച്ചാൽ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ.